നമ്മളിപ്പോൾ ഉപയോഗിച്ചു വരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ M3 EVM എന്ന് പറയുന്ന മെഷീനാണ്. അതിൽ യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഉള്ള ഒരു കൃത്രിമം ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടത്തുക അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ നടത്തി എന്നുള്ളതിന് ചരിത്രത്തിൽ ഇതുവരെ ഒരു തെളിവും ഇല്ല. ഇത് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, മറിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ് SLP നമ്പർ 434/2023 എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2024 ഏപ്രിൽ മാസം 26 പറഞ്ഞ ജഡ്ജിമെൻറ്റിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ആ വിധി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 10,000 പേരെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അടിസ്ഥാനപരമായി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇലക്ഷൻ പ്രക്രിയ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശരിയല്ല, അതിനായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ ശരിയല്ല, അതിൽ കൃത്രിമം നടത്താൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കിടയിലും അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങൾക്കിടയിലും പരത്തുക എന്നുള്ളതാണ്.